ഒപ്പിടാതെ ഒരു കരാറിലും ഒപ്പിടാതെ വി ഡി സതീശൻ എന്ന RSSകാർക്കും സംഘപരിവാറുകാർക്കും താല്പര്യമുള്ള മുഖ്യമന്ത്രി കേരളത്തിൽ വന്നപ്പോ ഒരു കരാറിലും ഒപ്പിടാതെ PFC തുക അനുവദിച്ചു കൊടുത്ത ഗവൺമെന്റിന്റെ പേരാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനകീയ സമരങ്ങളെ, ജനകീയ പ്രക്ഷോഭങ്ങളെ, ജനങ്ങളുടെ പ്രശ്നങ്ങളെ അത് ഉയർത്തിക്കൊണ്ട് സമരം ചെയ്യുന്നവരെ അടിച്ചമർത്താവുന്ന നില സ്വീകരിക്കുക. നിങ്ങൾ നോക്കൂ, നമ്മള് വലിയ പ്രതിഷേധത്തിലേക്ക് പോയ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെ റൈഡ്, എങ്ങനെയാണ് റൈഡ് ഉണ്ടായതെന്ന് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണുന്നതിന്റെ പിറ്റേ ദിവസം കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവിനെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ പിണറായി വിജയനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ റൈഡിൽ നടന്ന ജനകീയ പ്രക്ഷോഭം, ഈ കേരളം നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ജനകീയ പ്രക്ഷോഭം ഈ കേരളത്തിലെമ്പാടും ഉയർന്നു വന്നത് കോൺഗ്രസും കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളും RSSും സംഘപരിവാറും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതൊരു തുടക്കമാണ്. അപവാദ പ്രചരണങ്ങൾ നടത്തിയും കള്ളപ്രചാര വേലകൾ നടത്തിയും നുണകൾ പ്രചരിപ്പിച്ചും കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയും കേരളത്തിലെ വർഗീയവാദികളെ കൂട്ടുപിടിച്ചും മതസ്പർദ്ധ ഇളക്കിവിട്ടും കേരളത്തിൽ അധികാരത്തിലെത്തിയ UDF ഗവൺമെന്റ് ജനാധിപത്യ വിരുദ്ധമായ ജനവിരുദ്ധമായ നയങ്ങൾ സ്വീകരിച്ചാൽ വലിയ പ്രക്ഷോഭത്തിന് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് തെളിയിച്ചതാണ് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ. ഇന്ന് നടക്കുന്ന പ്രക്ഷോഭങ്ങൾ കേവലമായ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി പോകും. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് RSSും സംഘപരിവാറുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ VD സതീശനും കൂട്ടർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഈ കേരളത്തിലുള്ളിടത്തോളം കാലം കഴിയില്ല എന്ന താക്കീതായിരുന്നു 15 ദിവസക്കാലം കഴിയുമ്പോ കേരളത്തിലെ UDF ഗവൺമെന്റ് നേരെ നടന്ന പ്രക്ഷോഭങ്ങളും അവരുടെ ജനകീയ വിരുദ്ധ പ്രവർത്തനങ്ങളും ഈ കേരളത്തെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്. ഈ സമരം ഒരു തുടക്കമാണ്. നമുക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ അടുക്കളയിലേക്ക് ഇന്ധനം ലഭിക്കുന്നില്ല. ബുക്ക് ചെയ്ത് കാത്തിരുന്നാൽ പോലും ലഭിക്കുന്നില്ല. അടിക്കടി വില വർദ്ധിപ്പിക്കുകയാണ്. ഇന്ധനക്ഷാമം രൂക്ഷമാണ്. ഈ നിലയിൽ മുന്നോട്ട് പോയാൽ ഒരിഞ്ച് പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകും. യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം നരേന്ദ്രമോദി സ്വീകരിക്കുകയാണ്. നമ്മുടെ പശ്ചിമേഷ്യ യുദ്ധം ഇന്ന് അവസാനിക്കും, നാളെ അവസാനിക്കും, ഈ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന് നമ്മൾ കരുതിയിരുന്നെങ്കിലും ഇന്നലെയും കുവൈറ്റിന്റെ നേരെ ആക്രമണം നടത്തിക്കൊണ്ട് അമേരിക്കയുടെ ദാർഢ്യത്തിന് നേരെ ഇറാൻ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയാണ്. പശ്ചിമേഷ്യയിലാകെ അശാന്തി പടരുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ നൂറുകണക്കായിട്ടുള്ള കപ്പലുകൾ പാചകവാതകവുമായി കാത്തു കിടക്കുകയാണ്. ഇന്ത്യയിലേക്കും ഒരു രാജ്യത്തിലേക്കും കിടക്കാൻ വേണ്ടി കഴിയുന്നില്ല. ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ അതിന് ബദൽ സമീപനങ്ങൾ സ്വീകരിക്കപ്പെടുമ്പോ ഇന്ത്യ ഗവൺമെന്റ് യാതൊരു തരത്തിലുള്ള ബദൽ സമീപനങ്ങളും സ്വീകരിക്കപ്പെടുന്നില്ല. അടിക്കടി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന സമീപനം ഈ ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ സമീപനം അവസാനിപ്പിക്കണം. നരേന്ദ്രമോദി ഗവൺമെന്റ് ഉയർത്തുന്ന ഈ വെല്ലുവിളിയെ ചെറുക്കുന്നതിനാവശ്യമായ നിലപാട് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കാതെ നരേന്ദ്രമോദി ഗവൺമെന്റ് ഓശാന പാടുന്ന, നരേന്ദ്രമോദി ഗവൺമെന്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പരീക്ഷിക്കുന്ന, കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്ന, കേരളത്തിലെ ജനങ്ങളോട് വെല്ലുവിളി നടത്തുന്ന VD സതീശന്റെയും കോൺഗ്രസിന്റെയും ഈ നിലപാടുകൾക്കുള്ള താക്കീതാണ് കേരളമെമ്പാടും നടക്കുന്ന സമരം. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ സമരത്തെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി
സഖാവ് വെങ്ങോട് മധുവിനെ ക്ഷണിക്കും. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഏരിയ ലോക്കൽ നേതാക്കന്മാരെ, പ്രിയമുള്ള സഖാക്കളെ, നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം ഇന്ന് ഈ ദിവസം അതിശക്തമായ പ്രതിഷേധ സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലാണ് ഇതിന്റെ പ്രതിഷേധം. ഈ മംഗലപുരത്ത് നമ്മൾ ഈ പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ സംഘടിപ്പിച്ച ഈ സമരത്തിന് ആധാരമായ വിഷയങ്ങളെല്ലാം തന്നെ എനിക്ക് മുമ്പൂടെ സംസാരിച്ച, സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയങ്കരനായ നേതാവ് സുനിൽകുമാറും അതുപോലെ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച നമ്മുടെ ഏരിയ സെക്രട്ടറി സഖാവ് എം ജലീലും വിശദീകരിച്ചതാണ്. നമുക്കറിയാം, ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിലെ അധികാരത്തിൽ വലിയ നുണപ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്ന നാൾ മുതൽ ഇവിടുത്തെ തൊഴിലാളികളെയും അതുപോലെ തന്നെ നമ്മുടെ ജനസമൂഹത്തെയും ദ്രോഹിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് കൈക്കൊള്ളുന്നത് എന്നുള്ള വസ്തുത എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. തൊഴിലാളികൾ നേടിയെടുത്ത ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി ഹനിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിലനിന്ന 29 തൊഴിൽ കോഡുകൾ ഭേദഗതി ചെയ്ത് 4 തൊഴിൽ കോഡുകളാക്കിക്കൊണ്ട് ആ തൊഴിൽ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ വൻകിട കോർപ്പറേറ്റുകൾക്ക് എഴുതി നൽകുന്ന തരത്തിലേക്ക് ഈ ഗവൺമെന്റിന്റെ നടപടി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുന്നു, തൊഴിലാളികളുടെ പ്രവർത്തന സമയത്തിലെ ക്രമാതീതമായ വർധനവ്, അതുപോലെ തന്നെ കൂലിയിൽ വളരെ കുറവ്, അങ്ങനെ ഈ വേണ്ടുന്ന ദ്രോഹ നടപടികളെല്ലാം തന്നെ ഈ ഗവൺമെന്റ് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഏറ്റവും വലിയ തോതിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ രാജ്യത്തെ ഇന്ധന വില വർധനവ്, പാചകവാതകത്തിനും അതുപോലെ തന്നെ പെട്രോളിനും ഡീസലിനും വലിയ വില വർധനവാണ് സംഘടിപ്പിക്കുന്നത്. അതായത് 119 രൂപ ചില്ലറ പൈസ ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ പെട്രോളിന്. നമ്മളെങ്ങനെ വാഹനങ്ങൾ ഓടിക്കും? ഒരു വീട്ടിൽ 2ഉം 3ഉം വാഹനങ്ങളില്ലാത്തവരില്ല. അവരെല്ലാം തന്നെ ഇന്ന് നടക്കാനും അതുപോലെ തന്നെ മറ്റു മാർഗങ്ങൾ ഉപയോഗിക്കാൻ തരമല്ല. അവരെല്ലാം പെട്രോൾ ഉപയോഗിച്ചാണ് യാത്ര നടത്തുന്നത്. അത് വളരെ ദുസ്സഹമായ സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു. അതിനുള്ള ശക്തമായ പ്രതിഷേധ യോഗമാണ് ഇവിടെ സംഘടിപ്പിച്ചത്. ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ പാർട്ടി സഖാക്കളെയും ജനാധിപത്യ വിശ്വാസികളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ മംഗലപുരം ഏരിയ കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം ചെയ്ത് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. സംഘം ഏരിയ സെക്രട്ടറി സഖാവ് യാസമാണ്. ബഹുമാന്യനായ ഈ പ്രതിഷേധ യോഗത്തിൻ്റെ അധ്യക്ഷൻ CITUവിൻ്റെ നേതാവായിട്ടുള്ള സഖാവ് സായികുമാർ, ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ മംഗലപുരം ഏരിയ സെക്രട്ടറി സഖാവ് ജലീൽ, അതുപോലെ സ്വാഗതം ആശംസിച്ച സഖാവ് PKSന്റെ നേതാവായിട്ടുള്ള സഖാവ് സുനിൽ അടക്കം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത സഖാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്രതിഷേധ പരിപാടിയുമായി CPM മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് അധികാരത്തിലേറിയ നാൾ മുതൽ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിലകൊള്ളുകയും കോർപ്പറേറ്റുകളുടെ ഒരു B ടീമായി നിന്നുകൊണ്ട് ഈ രാജ്യത്തെ കർഷകരെയും തൊഴിലാളികളെയും സാധാരണ ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുകയും നരകയാതനയിലേക്ക് തള്ളിവിടുന്ന, ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. ഇതിനെതിരായി ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളെ വർഗീയതയുടെ കാർഡ് ഉയർത്തിക്കാട്ടി ഇല്ലാതാക്കുവാൻ, നിർവീര്യമാക്കാൻ ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിനെയെല്ലാം ബദലായി വലിയ നിലയിലുള്ള തിരിച്ചടിയാണ് കേന്ദ്രത്തിലെ BJP സർക്കാർ നേരിട്ടത്. അത് വരുന്ന ആളുകളിൽ കൂടുതൽ രൂക്ഷമായി ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള നിലയിൽ നവമാധ്യമത്തിലൂടെ ഈ രാജ്യത്ത് തന്നെ വലിയൊരു കൊടുങ്കാറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ BJP സർക്കാരിനെതിരായിട്ടുള്ള യുവാക്കളുടെ പ്രതിഷേധം പുതിയ രൂപത്തിൽ അലയടിക്കുകയാണ്. ഈ രാജ്യമാകെ
വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെ കാണാൻ, കർഷകരെ കേൾക്കാൻ, തൊഴിലാളികളെ കേൾക്കാൻ ഈ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ കേരളം 10 കൊല്ലക്കാലം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിൽ വളരെ സന്തോഷപൂർവ്വം ഈ നാട് മുന്നോട്ട് പോയിരുന്നു എങ്കിൽ ഈ അധികാരത്തിലേറിയ 2 ആഴ്ച കാലം കൊണ്ട് തന്നെ ഈ കേരളത്തിന്റെ സമഗ്ര മേഖലയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുഴപ്പത്തെ നാം കാണേണ്ടതുണ്ട്. സാമൂഹ്യപരമായ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷം തകർക്കാൻ ഇവിടെ നേരത്തെ ഉദ്ഘാടക പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ മുൻപ് നമ്മൾ നിരവധി ഗവർണർമാരെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഈ കേരളം ഈ 10 കൊല്ലക്കാലവും കേന്ദ്രത്തിന്റെ തീട്ടൂരങ്ങൾക്ക് വഴങ്ങാതെ ഈ നാടിനെ മതേതര സമൂഹമായി, മതനിരപേക്ഷ സമൂഹമായി ഈ നാടിന്റെ തൊഴിലാളികളെയും കർഷകരെയും ചേർത്തുപിടിച്ച് മുന്നോട്ട് പോയതെങ്കിൽ ഇന്ന് കേന്ദ്രത്തിന് അടിയറ വയ്ക്കുന്ന നിലയിൽ ഗവർണറുടെയും അതുപോലെ തന്നെ സംഘപരിവാറിന്റെയും തീട്ടൂരങ്ങൾക്ക് വഴങ്ങി സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് അവരുമായിട്ടുള്ള ഡീലിന്റെ ഭാഗമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇന്നത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാളെ നമുക്ക് വലിയ പ്രക്ഷോഭങ്ങൾക്കുള്ള സാധ്യതകൾ തുറന്നിടാൻ പോവുകയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിൽ എല്ലാ സഖാക്കളും ജനങ്ങളും നമ്മൾ ഈ നാടിന്റെ, ഈ കേരളത്തെ, ഈ രാജ്യത്തെ ഒരു പച്ചത്തുരുത്തായി നിലനിർത്താൻ ഭരണഘടനാ മൂല്യങ്ങളും മതേതരത്വവും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കുവാനും ഈ നാടിന്റെ പൊതു നന്മ കാത്തുസൂക്ഷിക്കുവാനും വേണ്ടിയിട്ടുള്ള കരുതലായി വരുന്ന സമരമുഖങ്ങളിൽ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള കർഷക സംഘം മംഗലപുരം ഏരിയ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ പ്രതിഷേധ സമരത്തിന് അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. കർഷക തൊഴിലാളികളുടെ ഏരിയ സെക്രട്ടറി ഏറെ സ്നേഹമുള്ള അധ്യക്ഷൻ, അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ജലീൽ, ഏറെ സ്നേഹമുള്ള സഖാക്കളെ, ഉദ്ഘാടനം ചെയ്ത സഖാവും മറ്റു സഖാക്കളും വളരെ വിശദകരമായി ഇന്നത്തെ ഈ സമരത്തെക്കുറിച്ച്, ജനകീയ പ്രക്ഷോഭത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന വലിയൊരു ഇന്ധനക്ഷാമത്തിന് പുറമെ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്ന വലിയൊരു വിലക്കയറ്റത്തിലേക്കാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും അതുപോലെ പാചകവാതകത്തിന്റെയും വില നിയന്ത്രണം കമ്പനികൾക്ക് ഇഷ്ടാനുസരണം കൂട്ടുന്നൊരു അധികാരം കൊടുത്തുകൊണ്ട് മുമ്പേ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്, UPA ഗവൺമെന്റ് അടക്കമുള്ള ഗവൺമെന്റ് കൊണ്ടുവന്ന നയം അതേ രീതിയിൽ പിന്തുടരുന്ന നിലപാടാണ് കേന്ദ്രം ഭരിക്കുന്നവർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ തന്നെ പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും വില കൂട്ടേണ്ടി വരുമെന്നുള്ള നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രണത്തിന് വിധേയമായല്ല, അതിനേക്കാൾ കൂടുതലായി കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു നിലപാടാണുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യം നേരിടുന്ന ഇത്തരം പ്രതിസന്ധിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം വരും ദിനങ്ങളിൽ ഉണ്ടാകും. ആ നിലയിൽ നാം എല്ലാം ഒരുമിച്ച് നിൽക്കണമെന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ലാൽസലാം സാർ. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് മംഗലപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ധർമ്മപാലൻ അവസാനിച്ചു കഴിഞ്ഞാൽ CIT ഏരിയ കമ്മിറ്റി മെമ്പർമാർ ഇവിടെ ഇരിക്കാം. സമരത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. സഖാക്കളെ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സായുമ, ഇത് ഉദ്ഘാടനം ചെയ്ത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി M. ജലീൽ, ഇവിടെ അഭിസംബോധന സംസാരിച്ച ഏരിയ നേതാക്കൾ, സ്വാഗതം പറഞ്ഞ സുനിൽകുമാർ, പിന്നെ സമരത്തിൽ പങ്കെടുത്ത പ്രിയമുള്ള സഖാക്കൾ, എല്ലാവർക്കും ഒറ്റ വാക്കുകൾ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഉദ്ഘാടന യോഗ പരിപാടി അവസാനിച്ചത്